ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. പഞ്ചാബ് കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. തുടർച്ചയായ 2 അവേ വിജയങ്ങൾക്ക് ശേഷം തങ്ങളുടെ ആദ്യ ഹോം മത്സരം കളിക്കാനായി പഞ്ചാബ് കിങ്സ് മുള്ളൻപൂരിലേക്ക് എത്തുകയാണ്. മികച്ച ഫോമിൽ കളിക്കുന്ന അവർ സീസണിലെ തുടർച്ചയായ 3ാം വിജയമാണ് ലക്ഷ്യമിടുന്നത്. പഞ്ചാബിന്റെ ഈ സീസണിലെ ആദ്യ ഹോം മത്സരത്തിലെ എതിരാളികൾ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ആണ്. സീസണിലെ ആദ്യ 2 മത്സരങ്ങൾ തോറ്റു തുടങ്ങിയെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ വിജയത്തിന് ശേഷമാണ് അവർ പഞ്ചാബുമായി ഏറ്റുമുട്ടാൻ മുള്ളൻപൂരിലെത്തുന്നത്. നമുക്കാദ്യം ഹോം ടീമായ പഞ്ചാബ് കിങ്സിന്റെ കാര്യം തന്നെ നോക്കാം. അവരുടെ സീസണിലെ ആദ്യ മത്സരം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ അഹമ്മദാബാദിൽ വെച്ചായിരുന്നു. 243 എന്ന ഒരു കൂറ്റൻ സ്കോറാണ് അവർ അഹമ്മദാബാദിൽ നേടിയത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 97 റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ ശശാങ്ക് സിംഗും പ്രിയാൻ ഷാരിയും എല്ലാം തന്റെ ക്യാപ്റ്റന് വേണ്ട പിന്തുണ നൽകി. ആ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആ ഒരു സ്കോർ ചേസ് ചെയ്യുമെന്ന തരത്തിൽ വെല്ലുവിളി ഉയർത്തിയെങ്കിലും 11 റൺസിന് പഞ്ചാബ് കിങ്സ് ആ മത്സരം വിജയിച്ചു. രണ്ടാമത്തെ മത്സരം അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്ന് വേണം പറയാൻ. ആ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് ആയിരുന്നു അവരുടെ എതിരാളികൾ. മറ്റ് ഗ്രൗണ്ടുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാറ്റിംഗ് അല്പം ഡിഫിക്കൽട്ട് ആണ് എന്ന് പറയപ്പെടുന്ന ഏകന സ്റ്റേഡിയത്തിൽ 172 റൺസ് എന്ന വിജയലക്ഷ്യമാണ് ലക്നൗ സൂപ്പർ ജയൻസ് ഉയർത്തിയത്. എന്നാൽ വെറും 16.2 ഓവറിൽ വെറും 2 വിക്കറ്റ് നഷ്ടത്തിൽ ആ സ്കോർ അവർ ചേസ് ചെയ്തു. ഓപ്പണറായ പ്രഭ്സിമ്രാൻ സിംഗും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും അർദ്ധ സെഞ്ചുറികളുമായി മുന്നിട്ട് നിന്നപ്പോൾ നേഹൽ വധേരയും മികച്ച പിന്തുണ നൽകി. അങ്ങനെ ആ വലിയൊരു വിജയലക്ഷ്യം അനായാസമായി അവർ ചേസ് ചെയ്തു. അതായത് ഗെയിമിലെ എല്ലാ ഫേസുകളിലും പഞ്ചാബ് കിങ്സ് ആണ് ഡോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ മത്സരം ഒരു ടൈറ്റ് മാച്ച് ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ മത്സരം ഒരുവിധം ഏകപക്ഷീയമായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ 2 മികച്ച അവേ വിജയങ്ങൾക്ക് ശേഷമാണ് അവർ ആദ്യമായി തങ്ങളുടെ ഹോമിൽ കളിക്കാനെത്തുന്നത്. ഇപ്പോൾ ഈ ഹോം റെക്കോർഡ് നോക്കിയാൽ പഞ്ചാബ് കിങ്സിന് കാര്യങ്ങൾ അത്ര നല്ലതല്ല. അതായത് 2023 IPL ശേഷം അവർ മുള്ളൻപൂരിൽ കളിച്ച 5 മത്സരങ്ങളിൽ 4 എണ്ണത്തിലും തോൽക്കുകയാണ് ചെയ്തത്. ധർമ്മശാലയിൽ കളിച്ച മത്സരത്തിൽ അവിടെ ജയിക്കാനും കഴിഞ്ഞില്ല. അതായത് ഹോം റെക്കോർഡിന്റെ കാര്യം പറഞ്ഞാൽ ഒരു റീസെന്റ് പാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ മോശം ഹോം റെക്കോർഡുള്ള ടീമാണ് പഞ്ചാബ് കിങ്സ്. എന്നാൽ ഇത്തവണ ആ ഒരു ഹോം റെക്കോർഡ് കറക്റ്റ് ചെയ്യാനാവുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ. കാരണം ഇതൊരു ന്യൂ ലുക്ക് ടീമാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിലെ ടീമേ അല്ല അവർ. കഴിഞ്ഞ സീസണിൽ ടീമിൽ നിന്ന് അവർ റീറ്റെയിൻ ചെയ്തത് പ്രഭ്സിമ്രാൻ സിംഗിനെയും ശശാങ്ക് സിംഗിനെയാണ്. പിന്നെ ഓപ്ഷനിൽ അർഷദീപിനെയും ഹർപ്രീത് ബ്രാറിനെയും ടീമിൽ എത്തിച്ചു. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഗ്രൂപ്പിൽ ശ്രേയസ് അയ്യർ എന്ന മികച്ചൊരു ക്യാപ്റ്റൻ ഉണ്ട്. റിക്കി പോണ്ടിങ് എന്ന് പറഞ്ഞ മികച്ചൊരു കോച്ചുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പറ്റം മികച്ച കളിക്കാരും ഉള്ളപ്പോൾ കഴിഞ്ഞ വർഷത്തെ, അതായത് കഴിഞ്ഞ സീസണിലെ മോശം ഹോം റെക്കോർഡൊന്നും തങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ഈ മുള്ളൻപൂരിനെ മെരുക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസവുമായിട്ടാണ് പഞ്ചാബ് കിങ്സ് നമ്മുടെ മുള്ളൻപൂരിലേക്ക് എത്തുന്നത്. ഇനി രാജസ്ഥാന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരം ജയിച്ചുവെങ്കിലും അവർക്ക് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. ഇനി അവരുടെ ഒരു പോസിറ്റീവ് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ആദ്യത്തെ 3 മത്സരങ്ങളിൽ ക്യാപ്റ്റൻ ചെയ്തിരുന്നില്ല. പകരം റിയാൻ പരാഗാണ് സ്റ്റാൻഡിംഗ് ക്യാപ്റ്റനായിട്ട് നിന്നത്. ആ ഒരു വിരൽ ഇഞ്ചുറിക്ക് ശേഷം ഒരു വിക്കറ്റ് കീപ്പറായിട്ട് NCL നിന്ന് ഒരു ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ടാണ് ഒരു ഇമ്പാക്ട് പ്ലെയറായി സഞ്ജു കളിച്ചത്. ഇപ്പോൾ 3 മത്സരങ്ങൾക്ക് ശേഷം നമ്മുടെ സഞ്ജുവിന് ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സഞ്ജു തന്നെയായിരിക്കും അടുത്ത മത്സരത്തിൽ, അതായത് നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ ക്യാപ്റ്റൻ ചെയ്യുക. അപ്പോൾ അത് അവർക്കൊരു പോസിറ്റീവാണ്. ഫീൽഡിൽ തങ്ങളുടെ ക്യാപ്റ്റൻ ഉണ്ടാവുക എന്നത് ഏതൊരു ടീമിനും ഒരു പോസിറ്റീവാണ്. അതുപോലെ തന്നെ നിതീഷ് റാണ കഴിഞ്ഞ മത്സരത്തിൽ വളരെ മികച്ച രീതിയിലാണ്, ഒരു സെഞ്ചുറി അർഹിച്ചിരുന്നു, പക്ഷേ വിക്കറ്റായി. എങ്കിലും ഒരു വൈഡ് ഡെലിവറിയിൽ നമ്മുടെ അശ്വിൻ നമ്മുടെ നിതീഷ് റാണയെ കറക്കി വീഴ്ത്തി, ധോണി സ്റ്റംപ് ചെയ്തു. അപ്പോൾ ആ ഒരു മത്സരത്തിൽ സത്യത്തിൽ സെഞ്ചുറി അർഹിച്ചൊരു പ്രകടനമായിരുന്നു നിതീഷ് റാണയുടേത്. അതുപോലെ തന്നെ ധ്രുവ് ജുറൽ വളരെ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഇന്നിങ്സ് ആണ് കാഴ്ചവെച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു പോസിറ്റീവ്സ് ഉണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിതീഷ് റാണയുടെ ആയാലും ധ്രുവ് ജുറലിന്റെ ആയാലും ഒരു പെർഫോമൻസ് അവർക്ക് ബാറ്റിംഗിൽ പോസിറ്റീവാണ്. പിന്നെ ബോളിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യത്തെ 2 മത്സരത്തിൽ നല്ല എക്സ്പെൻസീവായ, അതായത് ആദ്യത്തെ മത്സരത്തിൽ ഒരു റെക്കോർഡ് റൺസ് വിട്ടുകൊടുത്ത ജോഫ്ര ആർച്ചർ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച രീതിയിലാണ് ബോൾ ചെയ്തത്. പിന്നെ അസരംഗി ആവട്ടെ, അതുപോലെ തീക്ഷണ ആവട്ടെ, എല്ലാവരും പതിയെ ഫോമിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു ഫുൾ ഫ്ലോയിൽ എത്തിയെന്ന് പറയാറായിട്ടില്ലെങ്കിലും പതിയെ ആ ഒരു ഫ്ലോയിലേക്ക്, ആ ഒരു ഇതിലേക്ക്, അവരുടെ ഒരു ബെസ്റ്റിലേക്ക് പതിയെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്കൊരു പോസിറ്റീവാണ്. സന്ദീപ് ശർമ്മ അവസാന ഓവർ വീണ്ടും ധോണിക്കെതിരെ ഡിഫെൻഡ് ചെയ്തു. എനിക്ക് ആ മത്സരം കണ്ടപ്പോൾ അതിന് മുമ്പ് 2021 തോന്നുന്നു, 21 22 ആ സന്ദീപ് ശർമ്മ നമ്മുടെ ധോണിക്കെതിരെ ഡിഫെൻഡ് ചെയ്താണ് ഓർമ്മ വന്നത്. അപ്പോൾ അവരുടെ ബോളിംഗ് യൂണിറ്റ് പതുക്കെ ക്ലിക്ക് ആവുന്നുണ്ട്. അതായത് ഇപ്പോൾ അടുത്ത മത്സരത്തിൽ അടി കിട്ടില്ല എന്നല്ല, ജോഫ്ര ആർച്ചർ നന്നായിട്ട് തന്നെ പന്തെറിഞ്ഞു. അതുപോലെ സ്പിൻ ബോളേഴ്സ് പതുക്കെ ക്ലിക്കായി വരുന്നുണ്ട്. സന്ദീപ് ശർമ്മ ഡീസൻ്റ് ആയിട്ട് എറിയുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അത്രയും ഒരു മികച്ച ബോളിംഗ് ടീം അല്ലെങ്കിലും പതിയെ അവർ ജെല്ലായിട്ട് വരുന്നുണ്ട്. അതൊരു പോസിറ്റീവാണ്. ഇനി നെഗറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ യശസ്വി ജയ്സ്വാളിന്റെ പെർഫോമൻസ്. നമുക്കറിയാം ജയ്സ്വാൾ എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റാർ ബാറ്റർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്ലെയറാണ്. അപ്പോൾ ഇന്ത്യൻ ടീമിലെ സ്ഥിരസാന്നിധ്യമാണ്. ജയ്സ്വാളിന് അവർ നല്ല ഇന്നിങ്സുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ തന്റെ പ്രതിഭയ്ക്കൊത്തൊരു പ്രകടനം, ഇതുവരെ 32 പന്തുകൾ മാത്രമാണ് ഈ സീസണിൽ ആകെ കളിച്ചത്. അതിൽ തന്റെ ആ ഒരു പ്രതിഭ വിളിച്ചോതുന്ന ഒരു ഷോട്ട് പോലും കളിക്കാൻ ജയ്സ്വാളിന് കഴിഞ്ഞിട്ടില്ല. അപ്പം ജയ്സ്വാൾ ഔട്ട് ഓഫ് ഫോമിലാണ്. ഇപ്പോൾ നമുക്കറിയാം ജയ്സ്വാൾ ഫോമിൽ വന്ന ജയ്സ്വാൾ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് ഓപ്പണിംഗ് പെയർ ആയിരിക്കും. പക്ഷേ ആ ഒരു ഫ്ലോയിലേക്ക് വരാൻ നമ്മുടെ ജയ്സ്വാളിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജയ്സ്വാൾ വന്നാലേ ആ ഒരു ഓപ്പണിംഗ് പെയർ ഇതാവുള്ളൂ. വൺ ഡൗണിൽ നിതീഷ് റാണ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഫോം നിലനിർത്താൻ കഴിഞ്ഞാൽ, പിന്നെ റിയാൻ പരാഗ് നല്ല ടച്ചിലാണ്, നല്ലൊരു ലോങ് ഇന്നിങ്സ് കളിച്ചിട്ടില്ലെങ്കിലും നല്ല ടച്ചിലാണെന്ന് തോന്നുന്നു. പക്ഷേ വിക്കറ്റ് കളയുന്നുണ്ട്, ആ ഒരു സ്റ്റാർട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല, എങ്കിൽ കൂടിയും നല്ല ടച്ചിലാണ്. പിന്നെ ഹെഡ്മേറിന് ബോളുകൾ കുറച്ചേ കിട്ടുന്നുള്ളൂ എന്നൊരു
ഇതുകൊണ്ട് അതായത് അവരുടെ റീറ്റൈൻഡ് ബാറ്ററാണ്, ഓവർസീസ് ബാറ്ററാണ്, അങ്ങനെയുള്ള ഒരാൾ ഫിനിഷറായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടിയും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ബാറ്റേഴ്സ് ഏറ്റവും കൂടുതൽ പന്തുകൾ കളിക്കണമെന്നാണ് നമ്മുടെ ഈ ഒരു T20 അലിഖിത നിയമമായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഹെറ്റ്മേറിന്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അവർ ഫിനിഷറായിട്ടാണ് ഉപയോഗിച്ചത്. പക്ഷെ ഒരു 10-12 ബോളുകൾ കളിക്കാനായിട്ട് അങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് കുറച്ചുകൂടെ നേരത്തെ ഇറക്കുക. കാരണം ഹെറ്റ്മേർ അതിന് കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയർ ആണ്, അല്ലാതെ അവസാന 10 പന്തുകൾ മാത്രം കളിച്ച് മാറേണ്ട പ്ലെയർ അല്ല ഹെറ്റ്മേർ. അപ്പം ഹെറ്റ്മേറിന് കളിക്കാൻ ബോളുകൾ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊരു ഇതും വരുന്നുണ്ട്. അപ്പം ഹെറ്റ്മേറിനെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് പിച്ചിന്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു മുള്ളൻപൂരിൽ നമ്മുടെ പഞ്ചാബ് കിങ്സിന് നല്ലൊരു റെക്കോർഡല്ല ഉള്ളതെന്ന് പറഞ്ഞു. ഇപ്പം മുള്ളൻപൂരിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലോ സർഫസ് ആണ്. അതായത് ബാക്കിയുള്ള ഗ്രൗണ്ടുകളെ, അതായത് IPL നടക്കുന്ന ബാക്കിയുള്ള ഗ്രൗണ്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു സ്ലോ സർഫസ് ആണ്, ബിഗ്ഗർ ബൗണ്ടറി ഡയമെൻഷൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ ഒരു കൂറ്റൻ സ്കോർ, അതായത് 200 അങ്ങനെ പറക്കുന്ന ഗ്രൗണ്ട് ഒന്നും അല്ല മുള്ളൻപൂർ. ഇപ്പോൾ കഴിഞ്ഞ 5 മത്സരങ്ങൾ എടുത്താൽ ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം 180, അതായത് 180 എന്നൊരു സ്കോർ ക്രോസ് ചെയ്ത് വെറും 2 തവണയാണ്. ലാസ്റ്റ് 5 മാച്ചസിൽ 2 തവണ മാത്രമേ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീം 180 പോലും ക്രോസ് ചെയ്തിട്ടുള്ളൂ. ഇനി സ്പിന്നേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സ്പിന്നേഴ്സ് ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് മുള്ളൻപൂരിലാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 7 പോയിന്റ് ആണ്, അതായത് 7 റൺസ്, ഏകദേശം 7 ഇക്കോണമിയിലാണ് അവിടെ സ്പിന്നർമാർ ബോൾ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ ഗ്രൗണ്ടും, അതായത് സ്പിന്നെ തുണയ്ക്കുമെന്ന് നമ്മൾ പറഞ്ഞ ചെപ്പോക്ക് എടുത്താലും അതുപോലെ തന്നെ ബാക്കിയുള്ള ഏത് ഗ്രൗണ്ട് എടുത്താലും ബെസ്റ്റ് ഇക്കോണമി, സ്പിന്നേഴ്സിന് ബെസ്റ്റ് ഇക്കോണമി വരുന്നത് നമ്മുടെ ഈ മുള്ളൻപൂർ പിച്ചിലാണ്. സ്ലോ സർഫസ് ആണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ടീം, പഞ്ചാബിന്റെ ടീം എന്ന് പറഞ്ഞാൽ പവർ ഹിറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഓപ്പണിംഗ് ഇറങ്ങുന്ന പ്രിയാൻ ഷാരി ആയാലും പ്രസിമ്രാൻ ആയാലും പിന്നെ വരുന്ന അയ്യർ, വധേര, സ്റ്റോയിനിസ്, മാക്സ്വെല്, ഇങ്ങനെ ഒരു എക്സ്പ്ലോസീവ് യൂണിറ്റ് ആണ്. പക്ഷേ പിച്ച് ഇത്തിരി സ്ലോ ആയിരിക്കും. അവർക്ക് ഈസി ആയിട്ട് സ്ട്രോക്ക് മേക്കിങ്ങിനെ എയ്ഡ് ചെയ്യുന്ന പിച്ച് ആയിരുന്നില്ല കഴിഞ്ഞ വർഷം. ഇനി ഈ വർഷം വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് അറിയില്ല. എങ്കിൽ കൂടി ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് വെച്ച് മാത്രമല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് അനുസരിച്ച് നോക്കിയാൽ കുറച്ച് സ്ലോ സർഫസ് ആണ്. ഒരു 180 എന്ന് പറയുന്നത് ഒരു വിന്നിംഗ് ടോട്ടൽ ആവാൻ സാധ്യതയുള്ള ഗ്രൗണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പിച്ചാണ് നമ്മുടെ ഈ മുള്ളൻപൂരിലേത്. അപ്പോൾ 2 ടീമിൻ്റെയും സ്പിന്നേഴ്സിന് ഒരു ബിഗ്ഗസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇതുവരെ നടന്ന മത്സരങ്ങളിൽ നിന്ന് അവിടുത്തെ പിച്ചിനെ പറ്റി നമുക്ക് മനസ്സിലാവുന്നത്. ഇനി പ്ലേയിങ് 12 ചേഞ്ചസ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി കഴിഞ്ഞ മത്സരത്തിൽ ലോക്കി ഫെർഗൂസനെ പഞ്ചാബ് കിങ്സ് ആഡ് ചെയ്തിരുന്നു. ഇനി ഒരു സ്പിന്നെ തുണയ്ക്കുന്ന പിച്ചാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ഹർപ്രീത് ബ്രാറിനെ ഈ ഒരു ടീമിലേക്ക് ആഡ് ചെയ്യാം. ഒന്നുകൂടെ ഒരു സ്പിൻ അറ്റാക്ക് ഒന്നുകൂടെ ഒന്ന് ബോൾസ്റ്റർ ചെയ്യാനായിട്ട്. ഓൾറെഡി ചഹലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മാക്സ്വെല് നമുക്ക് സ്പിൻ ബോൾ ചെയ്യും. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ഓപ്ഷനൂടെ വേണമെങ്കിൽ ഹർപ്രീത് ബ്രാറിനെ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലാതെ വലിയ ചേഞ്ചസ് ഒന്നും അവരുടെ നിരയിൽ വരാൻ സാധ്യതയില്ല. രാജസ്ഥാന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സഞ്ജു ഇന്തൊട്ട് ഇമ്പാക്ട് പ്ലെയർ ആയിട്ടായിരിക്കത്തില്ല, ക്യാപ്റ്റനായിട്ട് തന്നെ ആയിരിക്കും കളിക്കുക. അവരുടെ ടീമിലും ഒരു ചേഞ്ച് വരാനായിട്ട് സാധ്യതയില്ല. അത് ആ ടീമും കഴിഞ്ഞ മത്സരം ജയിച്ച ടീമാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരം ഇതുപോലെ തന്നെ കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചിലാണ് കഴിഞ്ഞ മത്സരം അവർ കളിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു വലിയ ചേഞ്ച് വരാൻ സാധ്യതയില്ല. ഓൾറെഡി ഹസരംഗ തീക്ഷ്ണ സ്പിന്നിങ് കോംബോ ഉണ്ട് അവരുടെ ഒരു പ്ലേയിങ് 12 തന്നെ. അപ്പോൾ അവിടെയും അങ്ങനെ ചേഞ്ച് വരാൻ സാധ്യതയില്ല. ഇനി ഇഞ്ചുറി സ്കെയർ വല്ലതും വന്നിട്ട് വല്ല ചേഞ്ചസും വരാനേ സാധ്യതയുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പഞ്ചാബിൽ വേണമെങ്കിൽ ഹർപ്രീത് ബ്രാറിനെ അവർക്ക് ആഡ് ചെയ്യാവുന്ന അതൊരു ഓപ്ഷനാണ്. അതാണ് നമുക്കൊരു ടീം ന്യൂസ് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ, അതിലൊന്ന് യുസ്വേന്ദ്ര ചഹലാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് സ്പിന്നെ തുടങ്ങുന്ന പിച്ചാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. 2, ചഹൽ തൻ്റെ പ്രീവിയസ് ടീമിനെതിരെയാണ് കളിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ IPL സൈക്കിളിൽ നമ്മുടെ ചഹൽ കളിച്ചത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയാണ്. RRന്റെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയ ബോളർമാരിൽ ഒരാളായിട്ട് മാറാനും നമ്മുടെ ചഹലിന് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൻ്റെ പ്രീവിയസ് ടീമിനെതിരെ കളിക്കുമ്പോൾ, അതും സ്പിന്നിനെ അനുകൂലിക്കുന്ന ഒരു പിച്ചിൽ കളിക്കുമ്പോൾ ചഹൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നത് ഞാൻ നോക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ നിരയിൽ വരുമ്പോൾ നമ്മുടെ ജയ്സ്വാൾ, അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം ജയ്സ്വാളിന്റെ പ്രതിഭ അനുസരിച്ചുള്ള ഒരു പ്രകടനം നമുക്ക് ഇതേവരെ നമ്മുടെ ജയ്സ്വാളിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു എങ്ങനെ നമ്മുടെ ജയ്സ്വാൾ ഈ ഒരു മാച്ചിനെ, അതും കുറച്ചുകൂടെ ബോളിംഗ് ഫ്രണ്ട്ലി ആയുള്ള പിച്ചിൽ എങ്ങനെയായിരിക്കും തൻ്റെ ആ ഒരു ബാഡ് പാച്ചിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുക എന്നതും ഞാൻ നോക്കുന്ന കാര്യമാണ്. പിന്നെ ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ അല്ല, ഇതേവരെ പഞ്ചാബ് കിങ്സിന്റെ മിഡിൽ ഓർഡർ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് ടോപ്പ് 4 അത്ര നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ പോലെ മാക്സ്വെൽ ഒരു കളി ഗോൾഡൻ ടക്കിന് പോയെങ്കിലും അതൊന്നും മാച്ചിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. അതുപോലെ തന്നെ സ്റ്റോയിനിസ് ആയാലും പിന്നെ സൂര്യാൻ ഷെഡ്ഗെ എന്ന് പറയുന്ന നല്ലൊരു യങ് പ്ലെയർ ഉണ്ട്. അതായത് ഭാവിയിലെ ഹാർദിക് പാണ്ഡ്യ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്ലെയർ ഉണ്ട് അവരുടെ ടീമിൽ. പക്ഷേ ഷെഡ്ഗയ്ക്കൊന്നും ഇതുവരെ ബാറ്റിങ്ങിനുള്ള ചാൻസ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് ഇവരുടെ ടോപ്പ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പം ഈ രാജസ്ഥാൻ റോയൽസ് ഇവരുടെ മിഡിൽ ഓർഡറിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഷെഡ്ഗയുടെയൊക്കെ പെർഫോമൻസ് ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അത് സംഭവിക്കുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും അത് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. മെയിനായിട്ട് ഞാൻ നോക്കുന്ന പെർഫോമൻസ് പഞ്ചാബ് നിരയിൽ നിന്ന് ചഹലിൻ്റെയും നമ്മുടെ രാജസ്ഥാൻ നിരയിൽ നിന്ന് നമ്മുടെ ജയ്സ്വാളിൻ്റെയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?
ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും ജയിക്കുക? പഞ്ചാബ് കിങ്സ് തുടർച്ചയായി 3ാമത്തെ വിജയം സ്വന്തമാക്കുമോ? അതോ രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായി 2ാമത്തെ വിജയം സ്വന്തമാക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.